2019 പുറത്തിറങ്ങിയ അലാദ്ദീൻ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ആദ്യ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യ പാർട്ടിന്റെ ലിങ്ക് മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലോ ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതാണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞത് ജാഫർ അലാവുദ്ദീനെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നതും കൈകൾ കെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് അവനാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. എന്നാൽ ഈ സമയം അബു അവിടേക്ക് വരികയും അവന് നേർക്ക് വിളക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു. അതോടെ അലാവുദ്ദീൻ വിളക്കിന്റെ അടുത്തേക്ക് കഷ്ടപ്പെട്ട് വരികയും അവൻ അത് ഒരസം മുന്നേ അവന്റെ ബോധം പോവുകയും അതോടെ അവൻ മറിഞ്ഞു വീഴുകയും ഇതിനിടെ അവന്റെ കൈ തട്ടി ഭൂതം പുറത്തേക്ക് വരികയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം അവൻ അനക്കമില്ലാതെ കിടക്കുന്നതാണ് ഭൂതം കാണുന്നത്. നീ എന്തെങ്കിലും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയൂ എന്നും നിന്റെ സമ്മതമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജീനി അവനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും അവൻ എണീക്കാത്തത് കണ്ട് എന്നെ ഇവിടെ നിന്നും രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു സമ്മതപത്രം ഉണ്ടാക്കുകയും അതിൽ അലാവുദ്ദീനെ കൊണ്ട് ഒപ്പിടിച്ച് അവനെ അവിടെ നിന്നും പുറത്തെത്തിക്കുന്നു. അവനെ കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തുമെങ്കിലും അനക്കമൊന്നുമില്ല. എന്നാൽ അല്പസമയത്തിനുള്ളിൽ അവന് ബോധം വരികയും അവൻ വെള്ളം തുപ്പുകയും ചെയ്യുന്നു. നിന്റെ രണ്ടാമത്തെ ആഗ്രഹം ഇതിനുവേണ്ടി ചെലവായിപ്പോയി എന്നും എന്നോട് ക്ഷമിക്കണമെന്നും ഭൂതം പറയുന്നു. എന്നാൽ അലാവുദ്ദീൻ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുകയും എന്റെ ജീവൻ രക്ഷിച്ചില്ലേ, അതാണ് വലിയ കാര്യമെന്നൊക്കെ അവൻ ജീനിയോട് പറയുന്നു. ഞാൻ മാത്രമല്ല രക്ഷിച്ചത്, യഥാർത്ഥത്തിൽ അതൊരു ടീം വർക്കായിരുന്നു എന്ന് അവൻ പറയുകയും ജാഫർ വലിയ അപകടകാരിയാണെന്നും സുൽത്താന് അവനെ പൂർണ്ണ വിശ്വാസമാണെന്നും അവനെ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ എന്നും ജീനി അവനോട് പറയുന്നു. ഈ സമയം ജാഫർ സുൽത്താനോടും ജാസ്മിനോടും അലി രാത്രി തന്നെ മുങ്ങിയെന്നും അവൻ തന്റെ പട്ടാളക്കാരെ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യം ആക്രമിക്കുമെന്ന് പറയുന്നതും ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടുവെന്നും പറയുന്നു. എന്നാൽ ഇതിനിടെ അലാവുദ്ദീൻ അങ്ങോട്ടേക്ക് വരികയും ഇയാൾ പറയുന്നത് മുഴുവനും കള്ളമാണെന്നൊക്കെ പറയുമ്പോൾ അലാവുദ്ദീനെ അവിടെ കണ്ട് ജാഫർ പെട്ടുപോകുന്നു. സുൽത്താൻ കരുതുന്നത് പോലെയുള്ള ഒരാളല്ല ഇയാളെന്നും ഇവൻ വലിയ പ്രശ്നക്കാരനാണെന്നും എന്നെ ഇവൻ കൊല്ലാൻ നോക്കിയതാണെന്നും സുൽത്താനോട് പറയുന്നു. ഇത് കേട്ട സുൽത്താൻ ജാഫറിനെ ചോദ്യം ചെയ്യാൻ നോക്കുമ്പോൾ ജാഫർ അവന്റെ മന്ത്രവടി ഉപയോഗിച്ച് സുൽത്താനെ കൺട്രോൾ ചെയ്യുകയും അതോടെ സുൽത്താൻ ജാഫറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കണ്ട് അവർക്കെന്തോ പന്തികേട് തോന്നുകയും ഇതിനിടെ അലാവുദ്ദീൻ അവന്റെ കയ്യിലെ വടി ശ്രദ്ധിക്കുകയും ഉടൻ തന്നെ അത് തറയിലടിച്ച് പൊട്ടിക്കുകയും ചെയ്യുന്നു. ഇതോടെ സുൽത്താൻ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു വരികയും ഇപ്പോ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ജാഫർ മന്ത്രശക്തി ഉപയോഗിച്ച് നിങ്ങളെ നിയന്ത്രിച്ചതാണെന്നും പറയുകയും അതോടെ സുൽത്താൻ അവനെ ജയിലിലടക്കുകയും ചെയ്യുന്നു. എന്നാൽ കുറച്ചു സമയത്തിനുള്ളിൽ ജാഫറിന്റെ തത്ത ആ ജയിലിന്റെ താക്കോൽ കൊണ്ടുകൊടുക്കുന്നു. ഈ സമയം സുൽത്താൻ അലിയോട് ചെയ്തതിനൊക്കെ നന്ദി പറയുകയും അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസം അലാവുദ്ദീൻ തെരുവിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ എതിരെ ഒരാൾ വരികയും അയാളുമായി അലാവുദ്ദീൻ കൂട്ടിയിടിക്കുകയും അവൻ അലാവുദ്ദീന്റെ വിളക്ക് അയാൾ മോഷ്ടിക്കുകയും ചെയ്യുന്നു. വിളക്കെടുത്തിരിക്കുന്നത് ജാഫർ ആണ്. അതോടെ അവൻ വിളക്കിൽ ഉരസുകയും എപ്പോഴും തമാശ പറയുന്നത് പോലെ ഭൂതം പുറത്തേക്ക് വരികയും വിളക്കിൽ ഉരസിയ ആളെ കണ്ട് ഭൂതം ഞെട്ടിപ്പോകുന്നു. പിന്നീട് സുൽത്താനും കൂടെയുള്ളവരും കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ജാഫർ അവിടെ ഇരിക്കുന്നത് കണ്ട് സുൽത്താൻ അവനെ പിടിക്കാൻ ഹക്കീമിനോട് പറയുന്നു. എന്നാൽ ജാഫർ വിളക്കിൽ ഉരസുകയും ജീനി പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അതോടെ അവിടെയുള്ളവരൊക്കെ ജീനിയെ കണ്ട് ഞെട്ടിപ്പോകുന്നു. ഉടൻ ജാഫർ ജീനിയോട് ആഗ്രബയുടെ സുൽത്താനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതും മനസ്സില്ലാ മനസ്സോടെ ജീനി ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു. ഇതേ സമയം തന്നെ അവന്റെ വിളക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അലാവുദ്ദീന് മനസ്സിലാവുന്നു. ഇതോടെ സുൽത്താനാവുന്ന ജാഫർ സൈന്യാധിപനായ ഹക്കീമിനോട് നീ സുൽത്താനെയാണ് അനുസരിക്കേണ്ടതെന്നും അതുകൊണ്ട് നീ ഇനി എന്നെയാണ് കേൾക്കേണ്ടതെന്നും പറയുന്നു. ഇതോടെ ഹക്കീം എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം ആലോചിക്കുകയും ഒടുവിൽ ജാഫർ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നു. ശേഷം ജാസ്മിനെ പിടികൂടാൻ ജാഫർ പറഞ്ഞതും ഇത് കണ്ട അവളുടെ കടുവ അവരുടെ നേർക്ക് തിരിയുന്നത് കണ്ട് ഇതിനെ അടക്കി നിർത്തിയില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ജാഫർ പറഞ്ഞതും അവൾ പറയുന്നത് പോലെ കടുവ അടങ്ങുകയും അവളെ പട്ടാളക്കാർ പിടികൂടുകയും ചെയ്യുന്നു. അതോടെ പട്ടാളക്കാർ അവളെ അവിടെ നിന്നും കൊണ്ടുപോകുമ്പോൾ എന്നെ നിശബ്ദയാക്കാനും ഇല്ലാതെയാക്കാനും നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞുള്ള ഒരു മനോഹരമായ പാട്ട് അവൾ പാടുന്നതായി അവൾ ചിന്തിക്കുകയും ശേഷം തിരിഞ്ഞു നിന്ന് ഹക്കീമിനോട് ഒരു കാര്യം പറയുന്നു. നിങ്ങളുടെ അച്ഛൻ ഇവിടെ പണിക്ക് വരുമ്പോൾ നിങ്ങൾ ചെറിയ ഒരു പയ്യനായിരുന്നു എന്നും അങ്ങനെയായിരുന്ന നിന്നെ ഏറ്റവും വിശ്വസ്തനായ സൈന്യാധിപനാക്കിയത് യഥാർത്ഥ സുൽത്താനാണെന്നും നീ ഇപ്പോൾ സേവിക്കുന്നത് സുൽത്താനാവാൻ യോഗ്യതയില്ലാത്ത ഒരുത്തനെയാണെന്നും നീയൊന്ന് ചിന്തിച്ചു നോക്കാനും അവൾ പറയുകയും ഒടുവിൽ ഹക്കീം സുൽത്താന്റെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു. അതോടെ അവരൊക്കെ തനിക്ക് നേരെ തിരിയുന്നത് കണ്ട ജാഫർ ഉടൻ ജീനിയെ വിളിക്കുകയും ലോകത്തുള്ള ഏറ്റവും വലിയ മാന്ത്രികനാവാൻ ആഗ്രഹിക്കുന്നു എന്നും അയാൾ ജീനിയോട് പറയുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ആ ഒരു ആഗ്രഹവും ജീനി സാധിച്ചു കൊടുക്കുന്നു. ഇതിനിടയിൽ അലാവുദ്ദീൻ അങ്ങോട്ടേക്ക് ഒളിച്ചൊളിച്ച് വരികയും അയാളുടെ പിന്നിൽ വിളക്കിരിക്കുന്നത് കാണുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോഴൊന്നും ചെയ്യരുതെന്ന് ജീനി അവനോട് പറയുന്നു. ഈ സമയം ജാഫർ ആണെങ്കിൽ അവനെതിരെ നിന്ന എല്ലാവരെയും നശിപ്പിച്ചു കളയുകയും ഇതിനിടെ അലാവുദ്ദീൻ വിളക്കെടുക്കാനായി ഓടി വരികയും അവനെ ജാഫർ അനങ്ങാൻ കഴിയാത്ത രീതിയിലാക്കുകയും ചെയ്യുന്നു. ജീനിക്കാണെങ്കിൽ അതൊന്നും കണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ശേഷം ജാഫർ അവനെ അലാവുദ്ദീന്റെ രൂപത്തിൽ അവിടെ കൊണ്ടുവരുന്നു. ഇത് കണ്ട് അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഉടൻ ജാഫർ ഇവൻ ഇത്രയും കാലം രാജകുമാരനായി അഭിനയിക്കുകയായിരുന്നു എന്നും ഇവൻ വെറുമൊരു തെരുവുകള്ളനാണെന്നും നിന്നെ ഇത്രയും കാലം പറ്റിച്ചതാണെന്നും ജാഫർ അവളോട് പറയുന്നു. അതോടെ ഇത് കണ്ട് അവൾക്ക് വല്ലാതെ സങ്കടം വരുന്നു. ഈ സമയം ജാഫർ ആണെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റി നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ജാഫർ അവനെ മഞ്ഞുമൂടിയ സ്ഥലത്തേക്ക്
മാറ്റുന്നു. അലാവുദ്ദീൻ നോക്കുമ്പോൾ ആരുമില്ലാത്ത കൊടും തണുപ്പുള്ള സ്ഥലത്താണ് അവൻ. ജാഫർ ആണെങ്കിൽ ഇനി നിങ്ങളെ എല്ലാവരെയും കൊല്ലുമെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ പരവതാനി ജീനിയുടെ അടുത്തേക്ക് എത്തിയതും ജീനി അതിനെ അലാവുദ്ദീന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. ഈ സമയം ജാഫർ സുൽത്താനെ മരവിപ്പിച്ച് വേദനിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ട ജാസ്മിൻ അതൊന്ന് നിർത്താൻ അവനോട് കരഞ്ഞു പറയുമെങ്കിലും ഇങ്ങനെ ഞാൻ ഇയാളെ കൊന്നതിന് ശേഷം നിന്നെ വിവാഹം കഴിക്കുമെന്നും ജാഫർ പറയുമ്പോൾ ദാസി അത് തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അവളെയും ആ രീതിയിലാക്കുകയും ഇത് കണ്ട ജീനിക്ക് വല്ലാതെ സങ്കടമാവുകയും ചെയ്യുന്നു. നീ അവളെ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന് സുൽത്താൻ അതിനിടയിൽ പറയുകയും സുൽത്താന് വേദന കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കണ്ട ജാസ്മിൻ സഹിക്കാൻ കഴിയാതെ അതൊന്ന് നിർത്താൻ പറയുകയും നിന്റെ ആഗ്രഹം പോലെ ഞാൻ വിവാഹം കഴിക്കാൻ റെഡിയാണെന്ന് പറയുമ്പോൾ അവരെ മന്ത്രശക്തിയിൽ നിന്നും മോചിപ്പിക്കുന്നു. ഈ സമയം അലാവുദ്ദീൻ ആണെങ്കിൽ അബുവിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ അവനൊരു സ്ഥലത്ത് പെട്ടിരിക്കുന്നത് കണ്ട് അവനെ അലാവുദ്ദീൻ രക്ഷിക്കുമെങ്കിലും അവർ താഴേക്ക് വീഴുകയും ഇതിനിടെ പരവതാനി അങ്ങോട്ടേക്ക് വന്ന് അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജാഫറും രാജകുമാരിയും തമ്മിലുള്ള കല്യാണം നടക്കാൻ പോവുകയാണ്. അവർ തമ്മിൽ വിവാഹത്തിന്റെ വാക്കുപറയൽ ചടങ്ങ് നടക്കുന്നു. ഇതിനിടെ ദൂരെ നിന്ന് പരവതാനി വരുന്നത് അവൾ കാണുന്നു. അങ്ങനെ അവൾ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് പറയാൻ ജാഫറിന്റെ അടുത്തേക്ക് ചെല്ലുകയും അവന്റെ വിളക്കും തട്ടിപ്പറിച്ച് ഓടി താഴേക്ക് ചാടുകയും ചെയ്യുന്നു. ഇത് കണ്ട സുൽത്താൻ വേണ്ട മോളെ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടെങ്കിലും അവൾ പരവതാനിയിൽ കയറി അലാവുദ്ദീനോടൊപ്പം പറന്നു പോകുന്നത് അയാൾ കാണുന്നു. അവർ പോകുന്നതിന്റെ പുറകെ തന്നെ ജാഫറിന്റെ തത്തയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ ജാഫർ മന്ത്രശക്തി ഉപയോഗിച്ച് അതിനെ വലിയൊരു തത്തയാക്കി മാറ്റുകയും അങ്ങനെ അത് അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അലാവുദ്ദീൻ ആണെങ്കിൽ ഇടുങ്ങിയ വഴികളിലൂടെ പോകുന്നത് കൊണ്ട് അതിനെ അവരെ പിടിക്കാൻ കഴിയുന്നില്ല. ഇതിനിടെ വിളക്ക് താഴേക്ക് വീണതും അബു അത് എടുക്കാനായി താഴേക്ക് ചാടുകയും അബു വിളക്കെടുക്കുന്നത് പക്ഷി കണ്ടതോടെ അത് അവന്റെ പിറകെ ചെല്ലുകയും അവരുടെ കയ്യിൽ നിന്നും വിളക്ക് കൈക്കലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് ജാഫറിന്റെ അടുത്തേക്ക് പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ സുൽത്താൻ ഓടിച്ചെന്ന് ജാഫറിനെ തട്ടുകയും അതോടെ അവന്റെ വടി താഴേക്ക് വീണു പോകുന്നു. ഇതോടെ ആ തത്തയുടെ ശക്തി ഇല്ലാതാവുകയും ഉടൻ പരവതാനിയിൽ എതിരെ വരുന്ന അബു ചാടിച്ചെന്ന് ആ വിളക്ക് കൈക്കലാക്കുന്നു. ഈ സമയം കൊണ്ട് ജാഫർ ആ മന്ത്രവടി താഴെ നിന്ന് എടുക്കുകയും അവന്റെ ദേഷ്യം കൊണ്ട് കാലാവസ്ഥ തന്നെ മാറ്റിമറിക്കുകയും അങ്ങനെ അലാവുദ്ദീന്റെ നേർക്ക് ഒരു ചുഴലിക്കാറ്റ് വിടുകയും അവരെ അങ്ങോട്ടേക്ക് വലിച്ചെടുക്കാൻ നോക്കുമ്പോൾ പരവതാനി ഒരു സ്ഥലത്ത് പിടിക്കുമെങ്കിലും അത് കീറിപ്പോവുകയും അവരെല്ലാം പാറി ജാഫറിന്റെ മുന്നിൽ വീഴുകയും ചെയ്യുന്നു. ഇതോടെ പരവതാനിയുടെ അനക്കം നിൽക്കുന്നു. ഈ സമയം തത്ത ജാഫറിന് വിളക്ക് കൊണ്ടുകൊടുക്കുകയും അതോടെ അവൻ ഭൂതത്തിനെ വിളിച്ച് സുൽത്താനെയും ജാസ്മിനെയും ദാസിയെയും ഒക്കെ അനങ്ങാൻ കഴിയാത്ത വിധം എയറിൽ നിർത്തുകയും ഇപ്പോഴീ ലോകത്ത് ഏറ്റവും ശക്തിമാൻ ഞാനാണെന്ന് ജാഫർ പറയുകയും നിങ്ങൾക്കാർക്കും എന്റെ അടുത്ത് കളിക്കാൻ കഴിയില്ല എന്നും ജാഫർ പറയുമ്പോൾ അലാവുദ്ദീൻ ജീനിയെ നോക്കുമെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഭൂതം പറയുന്നു. അങ്ങനെ അത് കണ്ടതും അലാവുദ്ദീന് ഒരു ഐഡിയ തോന്നുന്നു. നീ ഇപ്പോഴും രണ്ടാം സ്ഥാനക്കാരനാണെന്നും നിനക്ക് ഈ ശക്തിയും പവറും ഒക്കെ തന്നത് ജീനിയാണെന്നും അതുകൊണ്ട് നിന്നേക്കാളും ഏറ്റവും ശക്തൻ ജീനിയാണെന്നും നീ അവന്റെ താഴെ മാത്രമേ ആയിരിക്കുകയുള്ളൂ എന്നൊക്കെ അലാവുദ്ദീൻ ജാഫറിനോട് പറയുന്നു. നീ ഒരിക്കലും ജീനിയേക്കാൾ ശക്തനല്ലെന്നും അതുകൊണ്ട് നീ ജീവിതകാലം മുഴുവനും രണ്ടാമതായിരിക്കുമെന്ന് അലാവുദ്ദീൻ പറയുന്നു. ഇത് കേൾക്കുന്ന ജീനിക്ക് അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. അലാവുദ്ദീൻ ആണെങ്കിൽ നീ രണ്ടാം സ്ഥാനക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതോടെ ജാഫർ ദേഷ്യം വന്ന് അവനവന്റെ മൂന്നാമത്തെ വരം ചോദിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തൻ ഞാനാവണമെന്നും അത് നിന്നേക്കാളും വലിയ ശക്തനാവണമെന്നും പറയുമ്പോൾ ജീനി വളരെ സന്തോഷത്തോടെ ജാഫറിനെ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തനാക്കുന്നു. ഇതോടെ ജാഫർ ജീനിയെക്കാളും വലിയ മറ്റൊരു ജീനിയാവുകയും ഇപ്പോൾ ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തൻ എന്നൊക്കെ പറഞ്ഞ് ജാഫർ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവനാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവന്റെ കയ്യിൽ ജീനിയുടെ പോലെയുള്ള വിലങ്ങ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അതോടെ എന്താണ് സംഭവിച്ചതെന്ന് ജീനിയോട് ചോദിക്കുമ്പോൾ ജീനികൾ പുറത്തു മാത്രമേ ശക്തിയായിട്ടുള്ളൂ, എന്നാൽ യജമാനനില്ലാത്ത ഒരു ജീനി എപ്പോഴും വിളക്കിന്റെ ഉള്ളിലായിരിക്കുമെന്ന് നല്ല ജീനി പറയുകയും ഇതോടെ അവിടെ ഒരു വിളക്ക് രൂപപ്പെട്ട് ജാഫർ വിളക്കിന്റെ ഉള്ളിലേക്ക് കയറി പോവുകയും ചെയ്യുന്നു. ഇതോടെ ജീനി നീ ഒരു 2000 വർഷം അത്ഭുതങ്ങളുടെ ഗുഹയിൽ കിടക്കെന്ന് പറഞ്ഞ് ദൂരെ ആ ഗുഹയിലേക്ക് വലിച്ചെറിയുന്നു. അതോടെ സുൽത്താൻ ചെയ്തതിനൊക്കെ അലാവുദ്ദീനോട് നന്ദി പറയുകയും അത് കേട്ട അലാവുദ്ദീൻ ഞാനാണ് നിങ്ങളോട് നന്ദി പറയേണ്ടതെന്നും ഞാനാണ് നിങ്ങളെ പറ്റിച്ചതെന്നും ഞാനൊരു രാജകുമാരനൊന്നുമല്ല എന്ന് പറഞ്ഞ് അവൻ ക്ഷമ ചോദിക്കുകയും അത് കേട്ട സുൽത്താൻ എല്ലാവർക്കും തെറ്റുപറ്റുമെന്ന് പറഞ്ഞ് അവനോട് ക്ഷമിക്കുന്നു. അതോടെ അലാവുദ്ദീൻ അവിടെ നിന്നും പോവാൻ ശ്രമിക്കുന്നു. ഈ സമയം അബു പരവതാനിയും എടുത്ത് ജീനിയുടെ അടുത്തേക്ക് വരികയും ജീനി അത് പഴയതുപോലെ ആക്കുകയും ചെയ്യുന്നു. ശേഷം ജീനി അലാവുദ്ദീനോട് നിനക്ക് ഞാൻ മൂന്നാമത്തെ ആഗ്രഹമായിട്ട് രാജകീയമായ ഒരു സ്ഥാനം തരാമെന്നും അങ്ങനെ നിനക്ക് സുഖമായി കഴിയാമെന്നും ഭൂതം അവനോട് പറയുമ്പോൾ അതൊന്നുമല്ല എന്ന് പറഞ്ഞ് എന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ആഗ്രഹം നിന്നെ സ്വതന്ത്രമാക്കാനാണെന്ന് അലാവുദ്ദീൻ പറഞ്ഞതും ജീനി ഇത് കേട്ട് അത്ഭുതപ്പെട്ടു പോവുകയും ഇതോടെ അവന്റെ കയ്യിലെ വിലങ്ങൊക്കെ അഴിഞ്ഞ് അവനൊരു സാധാരണ മനുഷ്യനാവുകയും ചെയ്യുന്നു. അതോടെ ജീനിക്ക് ഒരുപാട് സന്തോഷമാവുകയും അവൻ അലാവുദ്ദീനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ശേഷം ജീനി കുമാരിയുടെ ദാസിയുടെ അടുത്തേക്ക് ചെല്ലുകയും ഞാൻ ഈ ലോകം ചുറ്റിക്കറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും നീയും എന്റെ കൂടെ വരുന്നോ എന്ന് ജീനി അവളോട് ചോദിക്കുമ്പോൾ രാജകുമാരി അതിനെ സമ്മതിക്കുകയും അവൾ സന്തോഷത്തോടെ ജീനിയോടൊപ്പം പോവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ജീനി അവരുടെ കുട്ടികളോട് കപ്പലിൽ വെച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കപ്പലിൽ തന്റെ വൈഫായി ദാസിയുമുണ്ട്. ഈ സമയം സുൽത്താൻ മകളുടെ കൂടെ ഇരിക്കുകയാണ്.
ശേഷം അവളോട് നീ നല്ല ഒരു കുട്ടിയാണെന്നും ഈ രാജ്യത്തെ നയിക്കാൻ നിനക്ക് കഴിയുമെന്നും ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെ നയിക്കാനും നിനക്ക് യോഗ്യതയുണ്ടെന്നും പറഞ്ഞ് സുൽത്താൻ തന്റെ മോതിരം അവളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കുകയും ഇനി മുതൽ ഈ രാജ്യത്തിന്റെ സുൽത്താന നീയാണെന്നും അയാൾ പറയുന്നു. ഈ സമയം അലാവുദ്ദീൻ അവിടെ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ പുറകിൽ നിന്നും എടാ കള്ള അവിടെ നിൽക്കെന്നും നിന്റെ സുൽത്താനയുടെ ആജ്ഞയാണെന്നും ആരോ വിളിച്ചു പറയുന്നു. നോക്കുമ്പോൾ അത് ജാസ്മിൻ ആണ്. അതോടെ ഇത് മേടിക്കാൻ വന്നതാണോ എന്ന് പറഞ്ഞ് അവരുടെ മുടിക്കുത്ത് അവൾക്ക് കാണിച്ചു കൊടുക്കുകയും ഈ സമയം അവൾ അടുത്തേക്ക് വന്ന് അവിടെ വെച്ച് അവർ ഒന്നിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് അലാവുദ്ദീൻ ജാസ്മിനെ വിവാഹം കഴിക്കുകയും ജീനി ദാസിയെ വിവാഹം കഴിക്കുന്നതോടെ സിനിമ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ഉറപ്പായും കമന്റ് ചെയ്യുക. 2019 $183 മില്യൺ പുറത്തിറങ്ങിയ സിനിമ $1051 മില്യൺ ആണ് വേൾഡ് വൈഡായി കളക്ഷൻ നേടിയത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ ഫ്രം RN.